ഇപ്പോൾ താമരശ്ശേരിയിലെ മോദി ഷഹബാസിൻ്റെ മരണാനന്തരം കൊലപാതകികൾ എന്ന് കരുതുന്ന പ്രതികൾ SLC പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്നിൽ ഇപ്പോൾ ചെറിയൊരു സംഘർഷ സാധ്യത. MSFിൻ്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. ജുവനൈൽ ഹോമിലേക്ക് ദീപക് തർമ്മണം അവിടെയുണ്ട്. എന്താണ് നടക്കുന്നത് അറിയാൻ ദീപക് നമുക്കൊപ്പം ചേരുന്നു. ദീപക്, വലിയൊരു പോലീസ് വിന്യാസം അവിടെ ഉണ്ടല്ലോ, പക്ഷേ MSFിൻ്റെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നുവെന്നാണോ നമുക്ക് ലഭിക്കുന്ന സൂചന? വിവരങ്ങൾ. SKN ഇതാ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസും MSF പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമാണ്. അതായത് ഈ ജുനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് ഈ MSF പ്രവർത്തകർ പ്രതിഷേധവുമായി തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. പോലീസ് അതിനെ തടയുന്നു. ഇപ്പോൾ ദേശീയപാതയിൽ, അതായത് വയനാട് ദേശീയപാതയിൽ പോലീസും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ MSF പ്രവർത്തകർ തിരികെയാണ്. പോലീസും MSF പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും നടക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തുന്നു. ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്ന തത്സമയം പോലീസ് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഇതിനിടയിലാണ് പോലീസിന് നേരെ വലിയ രീതിയിൽ ഒരു ഉന്തും തള്ളുമായി MSF പ്രവർത്തകർ എത്തിയത്. പോലീസും വലിയ സന്നാഹവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. SKN ഇതാ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഇപ്പോൾ MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ കാണാം. അവരും വിട്ടുകൊടുക്കാതെ പോലീസിനെതിരെ മുദ്രാവാക്യങ്ങളും വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യം ഇതാ രൂപപ്പെട്ടിരിക്കുന്നു. ഇതാ ദൃശ്യങ്ങളിൽ കാണാം. അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇതാ രാജേഷ്, നമ്മുടെ ക്യാമറാമാൻ രാജേഷ് വളരികുണ്ടിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാ MSF പ്രവർത്തകരെ SKN പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതാ ഈ ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധവുമായി എത്തിയ MSF പ്രവർത്തകർ ഇതാ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചു. ദൃശ്യങ്ങൾ കാണാം. മാധ്യമപ്രവർത്തകരെ ഇതാ ഒരു MSF പ്രവർത്തകൻ മർദ്ദിച്ചതിൻ്റെ തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SKN ഇതാ എല്ലാവരെയും ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞു. SKN വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ MSFകാരുടെ പ്രതിഷേധമാണ്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. പ്രവർത്തകർ പോലീസിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ചെറിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാധ്യതയുണ്ട്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ദീപക് തർമ്മണം വീണ്ടും ചേരുന്നു. ദീപക്, സംഘർഷത്തിന് അയവ് വന്നു. ഈ പ്രതിഷേധിക്കാൻ വന്ന MSFകാരെ മുഴുവൻ വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞു. എന്താണ് ലേറ്റസ്റ്റ് വിവരം? SKN ഇതാ ഇപ്പോൾ പോലീസ് ബസ്സിലേക്ക് ഏറെക്കുറെ എല്ലാവരെയും കയറ്റി കഴിഞ്ഞു. ഇതാ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇതാ അകത്തേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ പോലീസും ഈ MSF പ്രവർത്തകരും തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. പോലീസ് അത് തടയുകയും ചെയ്തു. ഇപ്പോൾ ഇതാ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ MSFിൻ്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. SKN ഇപ്പോൾ പോലീസ് വണ്ടി ഇതാ സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. കുന്ന് ജുവനൈൽ ഹോമിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അവരെ വാഹനത്തിൽ ഉൾക്കൊണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വിവരമാണ്. യഥാർത്ഥത്തിൽ കോപ്പി അടിച്ചു പിടിച്ചാൽ പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്യുകയും എന്നാൽ കൊലപാതകം നടത്തിയവരെ പരീക്ഷ എഴുതാൻ പോലീസ് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെയാണ് MSF പ്രവർത്തകർ പ്രതിഷേധിച്ചവരെ മുഴുവൻ ഇപ്പോൾ പോലീസ് നീക്കം ചെയ്ത് കഴിഞ്ഞു. വെള്ളിമാട് കുന്ന് സ്കൂളിൽ നിന്ന് ഈ 5 പ്രതികളും പരീക്ഷ എഴുതുന്ന മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജുവനൈൽ ഹോമിൻ്റെ ഉള്ളിൽ തന്നെ പരീക്ഷ നടത്താൻ തീരുമാനമായി. ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ജനങ്ങൾ വളരെ വികാരഭരിതമായി പ്രതികരിക്കുകയാണ്. കാരണം വളരെ ആസൂത്രണം ചെയ്ത് ഈ കുട്ടിയെ കൊലപ്പെടുത്തണമെന്ന തീരുമാനത്തോടെ വന്ന ഒരു സംഘം കുട്ടികളാണ്, വില്ലന്മാരാണ് ഈ കൊല നടത്തിയത്. വീട്ടിൽ നിന്ന് തന്നെ നഞ്ചക്ക് പോലെയുള്ള മാരകമായ ആയുധങ്ങൾ കൂടി കൊണ്ടുവന്ന് ഈ കൊല ഉറപ്പാക്കി. മെഡില്ല ഒബ്ലാങ്കേറ്റ നഞ്ചക്ക് ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയും 70% തലച്ചോർ തകർന്നുപോയി മരണത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്ത ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഷഹബാസിൻ്റേത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് ഇന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടതായിരുന്നു. എന്നാൽ അവൻ മണ്ണിനടിയിൽ അമർന്നു കഴിഞ്ഞപ്പോൾ അവനെ മണ്ണിനടിയിലേക്ക് അയച്ച 5 പ്രതികളും ഇന്ന് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതുന്നു എന്നതാണ് വികാരപരമായി പ്രതിഷേധിക്കാൻ MSFനെ പ്രേരിപ്പിച്ചത്.